രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ് കാണാൻ പോണത്. ഈ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിരിക്കുന്നത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കരവള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, സ്വീറ്റ് പൊട്ടറ്റോ, അതുകൊണ്ടാണ്. ഒരു ആശയെങ്കിലും ഇതുകൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ചക്കരവള്ളിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങൊക്കെ കൊണ്ട് നല്ലൊരു ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇതേ സൈസിലുള്ള ഒരു കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ പൊതുവേ എല്ലാവരും ചക്കരവള്ളിക്കിഴങ്ങ് വെള്ളത്തിലിട്ടിട്ട് ബോയിൽ ചെയ്ത് കുക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, സ്റ്റീം ചെയ്താണ് സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുക. കാരണം അതിലുള്ള വിറ്റമിൻസ് അതേപോലെ അയൺ കണ്ടൻ്റൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും സ്റ്റീം ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് കഴുകിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് എടുത്ത് വെച്ചതാണത്. കണ്ടില്ലേ, ഇതിങ്ങനെ തൂലൊക്കെ പെറുക്കുമ്പോൾ ഈസി ആയിട്ട് പെറിഞ്ഞ് വരും. കണ്ടോ, ഒരിക്കലും ബോയിൽ ചെയ്ത് അതിനുള്ള പോഷകമൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തൂല് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം തോലൊക്കെ കളഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായി കിട്ടും. ഞാൻ എന്താ എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ കൈ കൊണ്ടൊന്നിങ്ങനെ അമർത്തി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടായി വരും. ഒരുപാട് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് സ്വീറ്റ് പൊട്ടറ്റോസ് വേവണം, എന്നാൽ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആവരുത്. ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ മിക്സായി നമ്മൾ നല്ലൊരു ഡോ പോലെ കുഴച്ചെടുക്കണം. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേ നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോ റെഡിയായി. ഇനി ഇത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. ഡോന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതുപോലെ നല്ല ചെറിയ ബോൾസായിട്ട് സോഫ്റ്റായിട്ട് ക്രാക്സ് ഒന്നും ഇല്ലാതെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. വൺസ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഓരോ ബോൾസായിട്ട് നമുക്ക് ഇടണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്, എന്നാലേ അകവും നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏത് ഗുലാബ് ജാമുൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചട്ടുകം കൊണ്ട് ഇളക്കാതെ പാത്രത്തോടെ ഇളക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള പേടിയുള്ളവർ ആ ഒരു മെത്തേഡിലും ചെയ്യുക. അപ്പോൾ അത് ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ബാച്ചും വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം വറുത്തെടുത്ത ശേഷം ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ഇടാം കേട്ടോ, കാരണം ചക്കരവള്ളിക്കിഴങ്ങിലും മധുരം ഉണ്ടല്ലോ. അതിന് ശേഷം 1 കപ്പ് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. ഇത് സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും നോക്കാനില്ല. അപ്പോൾ ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒരു ഒട്ടണ പരുവം ഉണ്ടല്ലോ, അതാവണ സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗുലാബ് ജാമുൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് അടച്ച് വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻസ് റെഡിയാവും. അപ്പോൾ ചക്കരവള്ളിക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഗുലാബ് ജാമുൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, എത്ര എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു അല്ലേ. അപ്പോൾ ചക്കരവള്ളിക്കിഴങ്ങ് കൊണ്ട് ഗുലാബ് ജാമുൻസും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്. ഒരു വെറൈറ്റി ഗുലാബ് ജാമുനാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.